നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശരണ്യയുടെ അമ്മ ജലജയും കൂടെ അലീനയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രോഹിത്ത് അവരെ കയറ്റി അകത്തിരുത്തിയിട്ട് രോഹിത്ത് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ ഓട്ടോക്കാരൻ ഷാജിയാണ് അവരെ ഇവിടെ കൊണ്ടുവന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രോഹിത്തിന് ഷാജി ചേട്ടനൊന്ന് കാണണം തോന്നി. തൻ്റെ ചേച്ചിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ആളല്ലേ, തനിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറായിട്ട് നിന്നവളാണ്. ആ സമയത്ത് ഷാജി ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ ചേച്ചി ഇപ്പോഴും ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു. അങ്ങനെ രോഹിത്ത് ചെല്ലുമ്പോഴത്തേനും ഓട്ടോക്കാരൻ ഷാജി മുറ്റത്തേക്കുന്നുണ്ടായിരുന്നു. രോഹിത്ത് എന്നിട്ട് ഷാജിയോട് പറഞ്ഞു, ഭായേട്ട അകത്തേക്ക് കയറി വരാനൊക്കെ പറയണം. അപ്പോഴേക്ക് ഷാജി പറഞ്ഞു, വേണ്ട സാരമില്ല, ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞു. രോഹിത്ത് പറഞ്ഞു, അതെ മുമ്പേ എനിക്ക് ആളാരെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ശരണ്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ അലീനച്ചയുടെ ജീവൻ രക്ഷിച്ച ഷാജി ചേട്ടൻ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോൾ രോഹിത്തിനെ നോക്കി. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അതെ വീഡിയോസൊക്കെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ചേട്ടനെക്കുറിച്ച് ഓർത്തിട്ട് അഭിമാനം തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ചേട്ടൻ അന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അലീനേച്ചി ഇപ്പോഴും ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ടാ ചേച്ചി ആ ത്യാഗമൊക്കെ സഹിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഓട്ടോക്കാരൻ ഷാജി പറഞ്ഞു, അതെ അത്രയും വലിയ ത്യാഗം അവളല്ലാതെ വേറൊരു പെണ്ണും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ജോലിക്ക് നിൽക്കുന്നതല്ലേ, ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടി അത്ര വലിയ ത്യാഗം ചെയ്യണമെങ്കിൽ അവളുടെ മനസ്സിൻ്റെ വലിപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിപ്പോഴല്ല, ഇതിനു മുമ്പ് എനിക്ക് അവളെ മുമ്പ് എൻ്റെ പരിചയമുണ്ട്. അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം അവൾക്ക് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് അവൾ അനാഥാലയങ്ങൾക്കൊക്കെ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പോകും. അങ്ങനെയാണ് എനിക്ക് അവളുമായിട്ടുള്ള പരിചയം. അവൾ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രോഹിത്ത് ഷാജിയുടെ മുന്നിൽ കൈ കൂപ്പണം. ഒത്തിരി നന്ദിയുണ്ട് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ഷാജി പറഞ്ഞേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു, അത്ര മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. രോഹിത്ത് പറഞ്ഞു, ബാ കയറി വാ, അകത്തിരുന്ന് സംസാരിക്കാം വരാനൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഷാജി പറഞ്ഞു, ഞാൻ വന്നോളാം, നീ കയറി പോയിക്കളാൻ പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അതെ ഞങ്ങളുടെ ചേച്ചിയെ രക്ഷിച്ച ആൾ ഈ മുറ്റത്ത് വന്ന് നിൽക്കേണ്ടവനല്ല, അകത്ത് വന്ന് കയറി ഇരിക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഷാജിയെ കൂട്ടിക്കൊണ്ട് പോയി. ഈ സമയത്ത് ബബിതയും കൃഷ്ണമോളും ഹാളിലേക്ക് വരുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. ഹാളിലൊരു പെൺകുട്ടി ഇരിക്കുന്നു. പെട്ടെന്ന് അവർക്ക് ആരാ എന്താണെന്ന് മനസ്സിലായില്ല. ആ സമയത്ത് ശരണ്യാണ് പറഞ്ഞ്, എൻ്റെ പേര് ശരണ്യ, ഞാൻ അലീനേച്ചിയെ കാണാൻ വന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ബബിത ചോദിച്ചു, അല്ല അലീന ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു. വിളിച്ചിട്ടുണ്ടായിരുന്നു, പനിയായിരുന്നു പറഞ്ഞു, അതുകൊണ്ട് കാണാൻ വന്നതാ. രോഹിത്തന്നെ കണ്ട, രോഹിത്തന്നെ ഇപ്പം ഇവിടെ കയറി ഇരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അല്ല അലീന ചേച്ചിയുടെ അടുത്തേക്ക് പോയില്ല, ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ ബാ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ബബിത നേരെ അലീനയുടെ മുറിയിലേക്ക് ശരണ്യയും കൊണ്ട് പോവാണ്. ഭയങ്കര സന്തോഷമായിരുന്നു ശരണ്യക്ക്. കാരണം തൻ്റെ ചേച്ചി താൻ കാണാനായിട്ട് പോവാ. കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട്, വയ്യാന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വർണ്ണം കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുറിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭവിത പറഞ്ഞു, അതെ ഈ മുറിയാന്ന് പറഞ്ഞു. അങ്ങനെ ശരണ്യയുടെ അമ്മയും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക. ശരണ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീന ഒരു അന്താളിപ്പോടെ നോക്കുക. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൊക്കേഷൻ മാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ എത്തുമെന്നുള്ള കാര്യം. ശരണ്യ ഓടിപ്പോയി അലീനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് പനിയുണ്ട്, നിനക്കൂടെ പനി പാരും കൊച്ചേന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, അലീനേച്ചിയുടെ പനിയല്ലേ, എനിക്ക് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇത് കണ്ടോണ്ടാണ് ജലജയും കൂടെ അകത്തേക്ക് കയറി വരുന്നത്. ഈ സമയം ബബിത ആ കാഴ്ചയെ കണ്ടു. ബബിതയ്ക്ക് മനസ്സിലായി ശരണ്യ എത്രമാത്രം അലീനയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ശരണ്യയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ബബിത താഴേക്ക് ഇറങ്ങി പോവുക. ഈ സമയം ശരണ്യ പറഞ്ഞു, അതെ എനിക്ക് ചേച്ചിയെ കാണാനിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അല്ല നീ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിന്റെ അച്ഛനൊക്കെ സംഭവിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ പറഞ്ഞു, അതെങ്ങനെയാ, ഇവളോട് പോകണ്ടെന്ന് പറഞ്ഞ ഇവള് കേൾക്കണ്ടേ എൻ്റെ മോളെ. ഇവിടെ എന്തൊരു വാശിയായിരുന്നോ, ആഹാരം പോലും കഴിക്കാതെ നിരാഹാര സമരമായിരുന്നു. എനിക്ക് പോയേ മതിയാവുന്നും പറഞ്ഞ് ഇവളുടെ അച്ഛനും ആങ്ങളൊന്നും സമ്മതിച്ചില്ല. ഗോപനാണ് നല്ല ദേഷ്യമായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അവരെയൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, റിസ്ക് എടുത്ത് വരണ്ടിയിരുന്നില്ല, ഇനി വല്ല പനിയും പിടിച്ചിട്ടുണ്ടെങ്കിലോ. പിടിച്ചോട്ടെ, എനിക്ക് സാരമില്ല, എനിക്ക് വയ്യാതെ വന്ന സമയത്തെ അലീനച്ചയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ നോക്കാനായിട്ട്. എന്നാലും ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്, ചേച്ചി ഒരു കാര്യം ചെയ്യുക, വീട്ടിലേക്ക് പോരെ, ഞാൻ ചേച്ചിനെ നോക്കാന്ന് പറഞ്ഞു. ഇവിടെ ഈ വീട്ടിൽ ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടു കൂടി ശരണ്യ പറയുക. അലീന പറഞ്ഞു, എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടേ ഇവിടെ രോഹിത്തും അവരൊക്കെ ഉണ്ട്, അവരൊക്കെ നോക്കിക്കോളും. അവരൊക്കെ നോക്കുവോ? അതേന്നെ, അവരൊക്കെ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും. അല്ല മോളെ, ഒരു കാര്യം ചെയ്യാം, മോൾക്ക് ഇവിടെ പറ്റില്ലെങ്കിൽ മോള് വാ, പനി കുറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ ശരണ്യയുടെ അമ്മയും പറയുന്നുണ്ട്.
അത് സാരമില്ല ആൻറ്റി, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എൻ്റെ പനിയൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചി ഇത്രയും വലിയ വീട്ടിൽ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ചേച്ചി ഇത്ര വലിയ വീട്ടിൽ നിന്നാണ് വരുന്നതെന്നുള്ള കാര്യം. അപ്പോഴേക്കും അലീന പറഞ്ഞു, വീടിൻ്റെ വലിപ്പത്തിലല്ലല്ലോ കാര്യം. അല്ല നീ ഇവിടെ എല്ലാവരെയും കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കഥ തുറന്നെന്ന് രോഹിത്തേണ്ണ. രോഹിത്ത് എന്ത് പറഞ്ഞു? ഷായിച്ചേട്ടനും വന്നിട്ടുണ്ട്, അപ്പോൾ ഷായിച്ചേട്ടനെ വിളിക്കാൻ പോയെന്ന് പറഞ്ഞു. ആഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷായിച്ചേട്ടനാണ് കൂട്ടിക്കൊണ്ട് വന്നേ. അതെ. അലീനെ അപ്പം നിർത്തുന്നൊരു ഷായിച്ചേട്ടൻ കൂടെ ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ലായിരുന്നു ഒക്കെ ചോദിച്ചു. ഞങ്ങൾ വിളിച്ച പക്ഷേ കയറി വന്നില്ല, രോഹിത്തേട്ടൻ വിളിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ബബിത ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് എന്നു. ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞു, അച്ഛാ ആ പെങ്കൊച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് പെങ്കൊച്ച്? ഓ ആ രോഹിത്തുമായിട്ട് പ്രശ്നമുണ്ടായ ആ പെങ്കൊച്ചില്ലേ, മറ്റേ ശരണ്യ. ശരണ്യോ? അവൾ ഇവിടെ വന്നോന്ന് ചോദിച്ചു. അതെ. അതിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നേ? ആ അലീന ചേച്ചിയെ കാണാനായിട്ട്. അവളെ കാണാനാ? അതെ, പനിയാന്ന് അറിഞ്ഞിട്ട് വന്നാ, ഇപ്പം എൻ്റെ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രനൊരു അത്ഭുതമാണ് തോന്നിയത്. ബാലേന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളത്. ഇതേ സമയത്ത് കൃഷ്ണമോള് വൈജയന്തിയുടെ അടുത്തേക്ക് വന്നു. വൈജയന്തിയുടെ ചെന്ന് വൈജയന്തി ചോദിച്ചു, ആരടി അവിടെ ആരോ സംസാരിക്കുന്നത് കേട്ടല്ലോ? അതോ അതാ ശരണ്യ ചേച്ചി വയ്ക്കാന്ന് പറഞ്ഞു. ശരണ്യോ? ഏത് ശരണ്യ? എനിക്കറിയാൻ പാടില്ലാത്ത പുതിയ ഏതാ? അങ്ങനെയൊക്കെ ചോദിക്കണം. അതെ, ആ രോഹിത്തേൻ്റെ ആ പ്രശ്നം ഉണ്ടാക്കി ആ പെങ്കൊച്ചില്ലേ, ആ പെങ്കൊച്ചാന്ന് പറഞ്ഞു. അതോ? അവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് വൈജയന്തി ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം വന്നു കൃഷ്ണമോൾക്ക്. കൃഷ്ണമോൾ പറഞ്ഞു, അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയണമെന്ന് ചോദിച്ചു. എടി അവളെന്തിനെ ഇങ്ങോട്ട് വന്നേ? എന്ത് ധൈര്യത്തിന് അവൾ ഇങ്ങോട്ടേക്ക് വന്നേ? അവൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നീയൊക്കെ അവളെ അകത്ത് കയറ്റുമെന്ന് ചോദിച്ചു. പിന്നെ കയറ്റാതെ അമ്മ ഈ പറയുന്ന ആ ശരണ്യേച്ചി ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇന്ന് ഒരു കാരണവശാലും ഇവർ രോഹിത്തേനോട് കാണത്തില്ല, നിൽക്കത്തില്ലായിരുന്നു. ശരണ്യേച്ചിയുടെ നല്ല മനസ്സുകൊണ്ട് മാത്രം ശരണ്യേച്ചി അന്ന് കോടതി സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഒരു കാരണവശാലും രോഹിത്തേടൻ പുറത്തിറങ്ങത്തില്ലായിരുന്നു. എന്നിട്ടാണ് അമ്മ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ആ ചേച്ചി പാവമായതുകൊണ്ടാന്ന് പറഞ്ഞു. എടി എന്നാലും അവൾ കാരണമല്ല എൻ്റെ മോന്. എൻ്റെ അമ്മ ഇപ്പോഴും അമ്മയുടെ ഭാവം മാത്രം നോക്കുന്നുള്ളൂ. മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക്. എങ്ങാനും ഒച്ചപ്പാടും വേളം ഉണ്ടാക്കി അച്ഛൻ കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ അത് മതി ഇവിടെ അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത പറഞ്ഞു. വൈജയന്തിക്ക് എന്നാലും അങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ എന്ത് ധൈര്യത്തിലായി വീട്ടിലേക്ക് കയറി വന്നേ? ഇനിയിപ്പോൾ വല്ല പൈസ വാങ്ങിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആണോ? കൃഷ്ണമോട് പറയുകയും ചെയ്തായിരുന്നു, അലീനയെ കാണാൻ വേണ്ടി വന്ന അലീനച്ചിക്ക് വയ്യാത്തോണ്ടാന്നുള്ള കാര്യങ്ങളൊക്കെ. വൈജയന്തിക്ക് അത് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അലീനയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു ശരണ്യക്ക്. ശരണ്യയുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശൈലജ പറഞ്ഞു, 2 ദിവസമായിട്ട് അവിടെ എന്തായിരുന്നു അറിയാം മോളെ, നേരമണ ആഹാരം പോലും കഴിക്കണില്ല. ഇന്നലത്തോടെ നിരാഹാരമായിരുന്നു. ഒടുവിലാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഞാൻ പറഞ്ഞ പനി കുറഞ്ഞു കഴിയുമ്പോഴത്തേനും നിനക്ക് അലീന ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്ന്. പക്ഷെ ഇവള് സമ്മതിച്ചിട്ട് വേണ്ടേന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, അതെ ഞാൻ പനി കുറഞ്ഞു കഴിയുമ്പോഴത്തേനും മോളെ കാണണം എന്നോർത്ത് അങ്ങോട്ടേക്ക് വരാനായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അധികം വൈകാതെ റിസൾട്ടൊക്കെ വരുമല്ലോ. റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേനും മോൾക്ക് ഇനി പഠിക്കാനൊക്കെ പോകണ്ടേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം അവളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയം ജലജ പറഞ്ഞു, അതെങ്ങനെയാ, കുറേ പൈസയൊക്കെ വേണ്ടേ മോളെ? അതിനു വേണ്ടിയുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് ആൻറ്റി വിഷമിക്കൊന്നും വേണ്ട. ആ കാര്യത്തിലൊക്കെ എന്താണെങ്കിലും ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവളെ നമ്മൾ പഠിപ്പിക്കും, ആ കാര്യത്തിന് ഞാൻ ഉറപ്പ് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ സമയം സംസാരിച്ചിട്ടാണ് അവർ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയം ബാലേന്ദ്രനോട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ശരണ്യെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, ദേ ഭവിത വന്ന് പറഞ്ഞായിരുന്നു ശരണ്യ വന്നിട്ടുണ്ടെന്ന്, എന്നാലും നീ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ശരണ്യം ഇങ്ങനെ നോക്കുകയാണ്. ഒത്തിരി നന്ദിയുണ്ട്, എൻ്റെ മോനെ രക്ഷിച്ചേനെ. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. നിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ വേറെ ആരാണെങ്കിലും ആണെങ്കിൽ എൻ്റെ മോനെ രക്ഷിക്കില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, അതെ രോഹിത്തേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അങ്കളെ, അതുകൊണ്ടാ തെറ്റ് ചെയ്യാത്ത ഒരാളിലൊക്കെ നേരെ എനിക്ക് കൈ ചൂണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പം അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയത്. കാരണം പോലീസുകാരും ബാക്കി സംഘടനക്കാരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കേസിന് ബലം കൂടാനായിട്ട് രോഹിത്തിൻ്റെ പേരും കൂടെ ചേർക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ചേർത്ത. പക്ഷേ പിന്നീടാണ് അലീന വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ശരിക്കും മോള തീരുമാനമെടുത്ത് എൻ്റെ മോൻ്റെ ജീവിതം മാത്രമല്ല ഈ കുടുംബത്തിൻ്റെ ജീവിതം കൂടെ രക്ഷപ്പെടുത്തിയത്. ഈ കുടുംബത്തിലുള്ളവരുടെ അന്തസ്സും അഭിമാനവും ഒക്കെ ഒരു പക്ഷേ സത്യങ്ങളൊക്കെ കോടതി വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായി തീരുന്ന എനിക്കറിയില്ല. മോള് കാണിച്ച ധൈര്യമുണ്ടല്ലോ, അതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട്
ശരണ്യയുടെ കൈയെടുത്ത് ഇങ്ങനെ പിടിക്കുവാണ്. ബാലേന്ദ്രന് നല്ല സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പഠിത്തത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശരണ്യ പറഞ്ഞു, ഇനിയിപ്പോൾ പഠിത്തത്തെക്കുറിച്ചൊന്നും അറിയില്ല അങ്കിളെ എങ്ങനെയാന്നൊക്കെ. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ, ഞാൻ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ പഠിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന്. അപ്പോഴേക്കും ചലച്ചു പറഞ്ഞു, വേണ്ട, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വേണം, കാരണം പഠിത്തം നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. മിടുക്ക് കുട്ടിയാന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ നല്ല കഴിവുണ്ടെന്ന്. പഠിക്കാൻ കഴിവുള്ള പിള്ളേർ പഠിക്കാതിരിക്കരുത്, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബബിത കൃഷ്ണമോളും ഒക്കെ ചേർന്നിട്ട് കുടിക്കാനുള്ള ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കുടിക്കാനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ബാലേന്ദ്രനൊക്കെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അത് മാത്രമല്ല ബാലേന്ദ്രൻ ഷാജിയോടും പ്രത്യേകം നന്ദി പറയുന്നുണ്ട്, ഓട്ടോക്കാരൻ ഷാജിയോട്. കാരണം ഓട്ടോക്കാരൻ ഷാജി ഉള്ളതുകൊണ്ടാണല്ലോ അലീനയുടെ ജീവിതം രക്ഷോട്ടെ, അല്ലായിരുന്നെങ്കിലോ. അപ്പോൾ അതിൻ്റെ നന്ദി സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.